നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് വിവിധ സംസ്ഥാനങ്ങളിൽ ഒപ്പം കേരളത്തിൽ വിവിധ ജില്ലകളിലൊക്കെയുള്ള വിലയിരുത്തലുകൾ എങ്ങനെയാണ്, വിവിധ മുന്നണികളുടെ സ്ഥാനാർത്ഥികളുടെയൊക്കെ പ്രതീക്ഷകൾ, കണക്കുകൂട്ടലുകൾ എന്താണ് എന്നതാണ്. ഇപ്പോൾ രാജ്യത്ത് അവസാന ഘട്ട വോട്ടെടുപ്പിന്റെ അവസാന ഫേസിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ഇന്ത്യ സഖ്യം പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നത് 295 സീറ്റുകൾ അവർ നേടും, ഭരണത്തിലേക്ക് എത്തും എന്നുള്ളതാണ്. അല്പസമയം മുൻപാണ് മല്ലികാർജ്ജുൻ ഖർഗെ അത് പറഞ്ഞത്. നമ്മൾ ഇനി പോകുന്നത് കേരളത്തിലെ മറ്റൊരു സ്റ്റാർ മണ്ഡലമായ തൃശ്ശൂരിലേക്കാണ്. സൂരജ് സജി വിവരങ്ങളുമായി. സൂരജ്, തൃശ്ശൂരും നമുക്കറിയുന്നത് പോലെ ഒരു കടുത്ത പോരാട്ടം 3 മുന്നണികളും ചേർന്ന് നടത്തിയ തമ്മിലുള്ള ഒരു കടുത്ത പോരാട്ടം നടന്ന ഇടമാണ്. അതിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിലൊക്കെ ഒരു ട്വിസ്റ്റ് ഉണ്ടായ സ്ഥലം. കെ മുരളീധരൻ അങ്ങോട്ടേക്ക് എത്തുന്നു. ആ തരത്തിലേക്ക് ശ്രദ്ധേയമായ മത്സരം നടന്ന മണ്ഡലം. അനുജ, തീർച്ചയായും 3 സ്ഥാനാർത്ഥികൾ ഒരുപോലെ വിജയപ്രതീക്ഷ വയ്ക്കുന്ന ത്രികോണ പോരാട്ടം നടന്ന മണ്ഡലമാണ് തൃശ്ശൂർ. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു ഫലം എന്തായിരിക്കും എന്നത് പ്രവചനാതീതമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പോലും ഇതിന്റെ ഈ കണക്കുകൂട്ടലുകളെല്ലാം ഈ കൂട്ടിയും കിഴിച്ചുമുള്ള കണക്കുകളിലേക്ക് എത്തുമ്പോൾ ഒരുപോലെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും ആശങ്കയും അതുപോലെ തന്നെ പ്രതീക്ഷയും നൽകുന്നുണ്ട് തൃശ്ശൂർ മണ്ഡലം എന്നുള്ളതാണ്. ഈ പെട്ടി തുറക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കുകയും തൃശ്ശൂരിലുള്ള സ്ഥിതി. എന്തായാലും ഈ കണക്കുകളിൽ ഊന്നി തന്നെയാണ് 3 മുന്നണികളും പ്രതീക്ഷ വയ്ക്കുന്നത്. പ്രത്യേകിച്ച് ഈ തൃശ്ശൂർ മണ്ഡലത്തിൽ എന്താകും എന്നതാണ്. തൃശ്ശൂർ മണ്ഡലത്തിൽ നിയമസഭാ നിയോജക മണ്ഡലത്തിൽ എന്താകും എന്നതാണ് പ്രധാനമായും 3 മുന്നണികൾ ലക്ഷ്യം വെക്കുന്നത്. പ്രത്യേകിച്ച് BJP സംബന്ധിച്ച് ഏറ്റവും അധികം നേട്ടം കൊയ്യാൻ അവർ പ്രതീക്ഷ വെക്കുന്നത് തൃശ്ശൂർ നിയോജക മണ്ഡലത്തിലാണ്. കോൺഗ്രസ് ആകട്ടെ, കോൺഗ്രസിനും വലിയ പ്രതീക്ഷ ഈ തൃശ്ശൂർ നിയോജക മണ്ഡലത്തിലുണ്ട്. പക്ഷേ LDF സ്ഥാനാർത്ഥിയിലേക്കും LDF ക്യാമ്പിലേക്കും വന്നു കഴിഞ്ഞാൽ അവർ ഒപ്പത്തിനൊപ്പം എത്തും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലമാണ്. ഒരുപക്ഷെ ഇവിടെ ഭൂരിപക്ഷം കിട്ടിയേക്കില്ല എന്ന് തന്നെയാണ് ഇടത് ക്യാമ്പ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ എന്നാൽ പോലും ഒപ്പത്തിനൊപ്പം എത്തുമെന്ന് കരുതുന്ന മണ്ഡലം. പക്ഷേ ഗുരുവായൂരിലേക്ക് എത്തുമ്പോൾ അവിടെ ഇടതുപക്ഷവും കോൺഗ്രസും BJPയും ഒരുപോലെ മേൽക്കൈ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ്. ഒല്ലൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഇടതുപക്ഷത്തിന്റെ പരമ്പരാഗത കോട്ട എന്ന് പറയാവുന്ന പോലെ ഈ LDF പിടിച്ചെടുത്ത കോട്ടയാണ്. വലിയ ഭൂരിപക്ഷമുള്ള മണ്ഡലമാണ് ഒല്ലൂർ നിയോജക മണ്ഡലം. അതുകൊണ്ട് തന്നെ അവിടെ LDF ഒരു മേൽക്കൈ പ്രതീക്ഷിക്കുന്നു. പക്ഷേ നാട്ടികയിലേക്ക് വന്നു കഴിഞ്ഞാൽ നാട്ടികയിൽ ഒരു അട്ടിമറി ഉണ്ടാകുമോ എന്നുള്ളതാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് തീരദേശ മേഖലയാണ്. അവിടെ ഒരു അട്ടിമറി ഉണ്ടാക്കാൻ കഴിയും എന്നത് BJPയും പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒരു വോട്ട് പോലും കിട്ടാത്ത ഒരു ബൂത്ത് ഉണ്ടായിരുന്നു. ആ ബൂത്ത് നാട്ടിക നിയോജക മണ്ഡലത്തിലാണ് ഉൾപ്പെടുന്നത്. അങ്ങനെ ഇത്തവണ നാട്ടികയിൽ ഒരു നേട്ടമുണ്ടാക്കാനായാൽ ഈ തൃശ്ശൂർ പിടിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് BJP പ്രതീക്ഷിക്കുന്നത്. പക്ഷേ കോൺഗ്രസ് ക്യാമ്പിനെ സംബന്ധിച്ച് തീരദേശ മേഖലയാണ്, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വോട്ടുകൾ ഏറെയുള്ള മേഖലയാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് കഴിഞ്ഞ തവണ TN പ്രതാപന് കിട്ടിയ ന്യൂനപക്ഷ വോട്ടുകൾ അത് ഇത്തവണയും ഈ UDF ക്യാമ്പിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് UDFന്റെ പ്രതീക്ഷ. അങ്ങനെയെങ്കിൽ സുഖമായി ജയിച്ചു കയറാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി പുതുക്കാടേക്ക് വന്നു കഴിഞ്ഞാൽ പുതുക്കാട് LDFനെയും BJPക്കും ഒരുപോലെ പ്രതീക്ഷ നൽകുന്ന ഇടമാണ്. പുതുക്കാടിൽ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് LDF പ്രതീക്ഷിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വോട്ട് നേടാൻ കഴിഞ്ഞ മേഖലയാണ്. പ്രത്യേകിച്ച് അതുകൊണ്ട് തന്നെ പുതുക്കാട് നേട്ടമുണ്ടാക്കാനായാൽ വലിയ വിജയത്തിലേക്ക് എത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ തൃശ്ശൂർ മണ്ഡലത്തിൽ ഇത്തവണ സ്ത്രീകളുടെ വോട്ടിൽ വലിയ ഭൂരിപക്ഷം, വലിയ മെജോറിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ആർക്ക് അനുകൂലമാകും ഈ ട്രെൻഡ് എന്നത് അവസാന നിമിഷവും ഒരു സസ്പെൻസ് ആയി തുടരുന്ന സാഹചര്യമാണുള്ളത്. അനുജ, ഗോപികൃഷ്ണൻ. വടകര മണ്ഡലവുമായി ബന്ധപ്പെട്ട വിലയിരുത്തലുകളുമായി മിഥില ബാലൻ ചേരുകയാണ്. മിഥില, ഈ വടകരയിൽ തെരഞ്ഞെടുപ്പിന് ശേഷവും വിവാദങ്ങൾ ഒഴിഞ്ഞിട്ടില്ല. ശക്തമായ മത്സരമായിരുന്നല്ലോ. ഏത് മുന്നണിക്കാണ് മേൽക്കൈ? BJP അപ്രസക്തമല്ലേ? വേണു, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ കളം നിറഞ്ഞ ഒരു മണ്ഡലമാണ് വടകര ലോക്സഭാ മണ്ഡലം. അത് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഷാഫി പറമ്പിലായാലും KK ശൈലജയായാലും BJPയുടെ പ്രഫുൽ കൃഷ്ണനായാലും 3 പേരും ഒരേപോലെ അറിയപ്പെടുന്ന ആളുകളാണ്. ഈ സ്ഥാനാർത്ഥികളുടെ വ്യക്തിത്വം കൊണ്ടു തന്നെ ചർച്ചയായ ഒരു മണ്ഡലം, പിന്നീട് വിവാദങ്ങളെല്ലാം തന്നെ പരാമർശിച്ച ഒരു മണ്ഡലം, കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം ആൾക്കൂട്ടങ്ങൾ ഇറങ്ങിയുള്ള പ്രചാരണങ്ങൾ കണ്ട ഒരു മണ്ഡലമാണ് വടകര ലോക്സഭാ മണ്ഡലം. ഈ ആൾക്കൂട്ടമെല്ലാം വോട്ടാകും എന്ന വിലയിരുത്തലിൽ തന്നെയാണ് ഇടത് വലത് BJP മുന്നണികളെല്ലാം തന്നെ ഉള്ളത്. ഇവിടെ പ്രധാന മത്സരം നടന്നത് LDFും UDFും തമ്മിലാണ്. ഷാഫി പറമ്പിലും ശൈലജ ടീച്ചറും തമ്മിലുള്ള മത്സരം, 2 MLAമാർ ഏറ്റുമുട്ടുന്ന മത്സരം എന്ന വിശേഷണം കൂടി വടകര ലോക്സഭാ മണ്ഡലത്തിലുണ്ട്. പ്രവചനാതീതം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഈ മത്സരം. ഇഞ്ചോടിഞ്ച് മത്സരം. ഒരു ഘട്ടത്തിൽ പോലും ആര് മുന്നിൽ നിൽക്കുന്നു എന്ന് പറയാൻ പോലും പറ്റാത്ത വിധം ഉള്ള ഒരു മത്സരമായിരുന്നു വടകരയിൽ നമ്മൾ കണ്ടത്. TP ചന്ദ്രശേഖരൻ വധം പരാമർശിച്ചുകൊണ്ട് UDF ക്യാമ്പയിൻ ആരംഭിച്ചു. പിന്നീട് അത് ഈ TP ചന്ദ്രശേഖരൻ വിഷയം പരാമർശിക്കാതെ മറ്റു വിഷയങ്ങളിലേക്ക്, വ്യക്തിഹത്യ, കാഫിർ, ഏറ്റവും ഒടുവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും പോളിംഗിന് ശേഷവും കാഫിർ പരാമർശം
ഉൾപ്പെടെ കാഫിർ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വലിയ രീതിയിൽ ചർച്ച ചെയ്ത് ഏറ്റവും ഒടുവിൽ ഇപ്പോഴും അതിൻ്റെ ഓളങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ് വടകര ലോക്സഭാ മണ്ഡലം. പ്രചാരണ വിഷയങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിലും അതുപോലെ തന്നെ ബോംബ് രാഷ്ട്രീയം, അക്രമ രാഷ്ട്രീയം ഒക്കെ ചർച്ച ചെയ്ത ഒരു മണ്ഡലം. ഈ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കെ മുരളീധരൻ തൃശ്ശൂരിലേക്ക് പോകുന്നു, പാലക്കാട് നിന്ന് ഷാഫി പറമ്പിൽ വരുന്നു, കെ ശൈലജ മത്സരിക്കാൻ വടകരയിൽ എത്തുന്നു. ഈ രണ്ടുപേരും കെ ശൈലജയുടെയും ഒപ്പം തന്നെ ഷാഫി പറമ്പിലിന്റെയും പ്രചാരണ വേദികൾ അല്ലെങ്കിൽ അവരുടെ ഓരോ സമ്മേളനവും ചെറിയ ചെറിയ പൊതു സമ്മേളന വേദികൾ പോലും ആൾക്കൂട്ടങ്ങളാവുകയായിരുന്നു. മാത്രമല്ല ന്യൂനപക്ഷ വോട്ടുകൾ നിർണായകമായ ഒരു മണ്ഡലമാണ്. 38% ന്യൂനപക്ഷ വോട്ടുകളുണ്ട്. പരമാവധി പ്രവാസികളെ ഇവിടെ എത്തിച്ച് വോട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇരു കൂട്ടരും LDFനെ സംബന്ധിച്ചിടത്തോളം UDFനെ സംബന്ധിച്ചിടത്തോളം പ്രവാസികളുടെ വോട്ടും ഇവിടെ നിർണായകമാണ്. ഇക്കണക്കിൽ നോക്കുകയാണെങ്കിൽ വേണു സൂചിപ്പിച്ചതുപോലെ തന്നെ വടകരയിലെ മണ്ഡലം കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും നിർണായകമായ ഒരു മത്സരം നടന്ന മണ്ഡലമാണ്. ഒട്ടും ആര് ജയിക്കും ഈ ഘട്ടത്തിൽ നമുക്ക് ഒരു തരത്തിൽ പോലും ആര് മുൻപന്തിയിൽ നിൽക്കുന്നു അല്ലെങ്കിൽ ആര് മുന്നിൽ എന്ന് ഒട്ടും പ്രവചിക്കാൻ കഴിയാത്ത തരത്തിലുള്ള മത്സരമാണ് വടകരയിൽ നടന്നിട്ടുള്ളത്. 7 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. 7 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്ന് മാത്രമാണ് UDFന്റെ കയ്യിലുള്ളത്. അത് RMPIയുടെ KK രമ MLA ഉള്ള ഒരു മണ്ഡലം. മറ്റെല്ലാം തന്നെ ഇടതിന് അനുകൂലമാണ്. എന്നിരുന്നാൽ പോലും UDFനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ കെ മുരളീധരൻ നേടിയ 83,663 എന്ന ഭൂരിപക്ഷം അതിനെ മറികടക്കും എന്ന ഒരു ആത്മവിശ്വാസം തന്നെയാണ് UDFനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഇടതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 25,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കെ ശൈലജ ജയിക്കും എന്ന് അവരും അവകാശവാദം ഉന്നയിക്കുന്നു. ഇരു മുന്നണികളും ഒരേപോലെ അവകാശവാദം ഉന്നയിക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ് വടകര. സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വോട്ട് എണ്ണിക്കഴിഞ്ഞാലല്ലാതെ വടകരയിൽ ആര് ജയിക്കും, വടകരയുടെ MP ആയി ആര് ഡൽഹിയിലെത്തും എന്നത് പറയാൻ കഴിയുകയുള്ളൂ. വേണു, അതാണ് വടകരയിൽ എന്തായാലും ആര് ജയിച്ചാലും LDF ആണെങ്കിലും UDF ആണെങ്കിലും ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉറപ്പാണ്. കാരണം മത്സരിക്കുന്ന രണ്ടുപേരും MLA-മാരാണ് എന്നുള്ളതാണ്. ഈ നമ്മൾ പോകുന്നത് പത്തനംതിട്ടയിലേക്കാണ്. ശ്രീജിത്ത് ശ്രീകുമാരൻ തത്സമയം. ശ്രീജിത്ത്, പത്തനംതിട്ടയിൽ നമുക്കറിയാവുന്നതുപോലെ സിറ്റിംഗ് MP ഉണ്ട്. ഒപ്പം തോമസ് ഐസക്കിനെ പോലെ ഒരു വെറ്ററൻ മത്സരിക്കുന്നു. തീർത്തും അപ്രതീക്ഷിതമായ AK ആന്റണിയുടെ മകൻ BJP സ്ഥാനാർത്ഥിയാകുന്നു. ഈ കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി കൂട്ടലും കിഴിക്കലും ഒക്കെയായി മുന്നണികൾ അവർ പങ്കുവയ്ക്കുന്ന പ്രതീക്ഷ എങ്ങനെയാണ്? അനുജ, നമുക്കറിയാം LDFന് പരമ്പരാഗതമായി ഒരു ബാലികേറ മല തന്നെയാണ് പത്തനംതിട്ട എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ അതിനെ ഒരു പരിധിവരെ തങ്ങൾ മറികടന്നു എന്നൊരു ആത്മവിശ്വാസത്തിലാണ് LDF ക്യാമ്പുള്ളത്. പക്ഷേ UDF ക്യാമ്പ് ഇപ്പോഴും പറയുന്നത് അതിന് കഴിഞ്ഞിട്ടില്ല LDFന് എന്ന് തന്നെയാണ്. പക്ഷേ ഈ പോളിംഗ് കഴിഞ്ഞതിന് ശേഷവും മുന്നണികൾ പറയുന്ന കണക്കിൽ ചില പൊരുത്തക്കേടുകൾ ഉണ്ട് എന്ന് തന്നെയാണ്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് കഴിഞ്ഞ തവണത്തേക്കാൾ ഏതാണ്ട് 1 ലക്ഷത്തോളം വോട്ടുകളുടെ കുറവ് പോളിംഗ് ശതമാനത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇത് ഏത് മുന്നണികളെ ബാധിക്കും എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം 7 നിയമസഭാ മണ്ഡലങ്ങൾ, കാഞ്ഞിരപ്പള്ളിയും പൂഞ്ഞാറും റാന്നിയും അടൂരും കോന്നിയും ആറന്മുളയും അടക്കമുള്ള 7 നിയമസഭാ മണ്ഡലങ്ങൾ. ഈ 7 നിയമസഭാ മണ്ഡലങ്ങളും LDFന്റെ പോക്കറ്റിലാണുള്ളത്, അല്ലെങ്കിൽ LDF MLA-മാരാണുള്ളത്. സ്വാഭാവികമായി തങ്ങൾക്ക് ഈ MLA-മാരുടെ കഴിവ് കൊണ്ട് അല്ലെങ്കിൽ MLA-മാരുടെ പ്രയത്നം കൊണ്ട് വിജയിച്ചു കയറാം. കൂടാതെ നേരത്തെ അനുജ സൂചിപ്പിച്ചതുപോലെ ഒരു വെറ്ററൻ, ഒരു ജൈന്റ് കില്ലർ എന്നൊക്കെ പറയാവുന്ന തോമസ് ഐസക്കിനെ പോലെ ഒരു മുഖം അവതരിപ്പിക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞു എന്നതാണ് LDFനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആത്മവിശ്വാസം നൽകുന്നത്. പക്ഷേ UDF ക്യാമ്പ് അപ്പോഴും പറയുന്നത് ഒരു ഘട്ടത്തിൽ പോലും ഇത്തരത്തിൽ മറ്റു തരങ്ങളിലേക്കില്ല. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യം മറ്റൊന്നായിരുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് എത്തുന്ന സമയത്ത് ആന്റണിക്ക് അപ്പുറത്തേക്ക് മറ്റൊരു പേരിനെ കുറിച്ച് ചിന്തിക്കാൻ പത്തനംതിട്ടയ്ക്ക് കഴിയില്ല എന്ന് തന്നെയാണ് അവർ മുൻകാല ചരിത്രമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ 42,000 വോട്ടിന്റെ വിജയം, അതിനു മുൻപ് വിലിപ്പോസ് തോമസിനെ തോൽപ്പിച്ചത്, അതിനു മുൻപ് CPMന്റെ അന്നത്തെ ജില്ലാ സെക്രട്ടറി അനന്തഗോപനെ തോൽപ്പിച്ച അടക്കമുള്ള കണക്കുകളാണ് ആന്റണിക്ക് മുന്നിൽ നിരത്തുന്നത്. പക്ഷേ കൃത്യമായ രീതിയിൽ ഇത്തവണ വിധി നിർണ്ണയിക്കുന്നത് മതസാമുദായിക വോട്ടുകൾ. എല്ലാ കാലവും അങ്ങനെ തന്നെയാണ്. മതസാമുദായിക വോട്ടുകൾ തന്നെയായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിൽ പെന്തക്കോസ് തൊട്ട് ഒരു പരിധിവരെ ആന്റണിക്ക് കൃത്യമായ രീതിയിൽ വീണിരുന്ന വോട്ടുകളായിരുന്നു. ഇതിൽ വിള്ളൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് LDFും അതുപോലെ തന്നെ അനിൽ ആന്റണി ക്യാമ്പും BJP ക്യാമ്പും ഒരുപോലെ പറയുന്നുണ്ട്. സ്വാഭാവികമായി അവിടെ എന്തെങ്കിലും തരത്തിൽ വിള്ളൽ ഉണ്ടായാൽ ഈ ഭൂരിപക്ഷത്തെ അടക്കം അല്ലെങ്കിൽ ഈ വിജയത്തെ അടക്കം കൃത്യമായ രീതിയിൽ ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. 7 നിയമസഭാ മണ്ഡലങ്ങൾ, അതിൽ കാഞ്ഞിരപ്പള്ളിയും പൂഞ്ഞാറും റാന്നിയും കൃത്യമായ രീതിയിൽ കേരള കോൺഗ്രസിന്റെ MLA-മാരുള്ള സ്ഥലങ്ങളാണ്. കേരള കോൺഗ്രസിനും ഇതൊരു ജീവൻ മരണ പോരാട്ടം തന്നെയാണ്. തങ്ങളുടെ വോട്ടുകൾ കേവലം കോൺഗ്രസ് വോട്ടുകൾ മാത്രമല്ല, അത് 2 ലക്ഷം കോൺഗ്രസ് വോട്ടുകൾ മാത്രം വീഴുന്നതാണ് എന്ന ഒരു പറച്ചിൽ പൊതുവിൽ ഈ മണ്ഡലങ്ങളിലൊക്കെ ഉണ്ട്. അത് മറികടക്കാൻ തങ്ങളുടെ വോട്ടുകൾ കൃത്യമായി LDF സ്ഥാനാർത്ഥിക്ക് വീഴ്ത്തേണ്ടത് അവരുടെ മുന്നിൽ ഒരു വെല്ലുവിളി തന്നെയാണ്. എന്തായാലും വിധി അറിയുന്ന
പറയുന്ന മണിക്കൂറിൽ 8 മണിക്കു ശേഷം 4-ാം തീയതി പുലർന്ന് 8 മണിക്കു ശേഷം മാത്രമേ പെട്ടിപൊട്ടുമ്പോൾ മാത്രമേ പത്തനംതിട്ടയുടെ മനസ്സിൽ എന്ത്, ആര് വീഴും ആര് വാഴും എന്ന കാര്യത്തെക്കുറിച്ച് ഒരു അന്തിമ തീരുമാനമാകൂ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആത്മവിശ്വാസത്തിലാണ് 3 മുന്നണികളും എന്ന കാര്യത്തിലും യാതൊരു തർക്കവും. അതെ, പ്രവചനങ്ങൾക്കപ്പുറത്തേക്കാണ് പത്തനംതിട്ടയിലെ കാര്യങ്ങൾ. ശ്രീജി ശ്രീകുമാരനാണ് വിശദാംശങ്ങൾ നൽകിയത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.